അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള ചുവടുവയ്പ്പുകളെക്കുറിച്ച്, നാളെ നടക്കാൻ പോകുന്ന പരിപാടികളെക്കുറിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പ്രതിനിധി ഷീജ കൂടി ചേരുന്നു. ഷീജ, ഒരുപക്ഷെ വിസ്മയ കേരളം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. സാധ്യമാകാത്തത് എന്ന് പലരും പറഞ്ഞത് കാട്ടിക്കൊടുത്തതാണ് LDF സർക്കാർ. രണ്ടാം പിണറായി സർക്കാർ കയ്യെത്തിപ്പിടിച്ച നേട്ടങ്ങളിൽ ഒരു പൊന്തുവൽ കൂടി എത്തുകയാണ് ഇപ്പോൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ആ പദ്ധതിയിലൂടെ. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് എത്തിപ്പിടിച്ചതെന്ന് മന്ത്രി MB രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഏതായാലും നാളെ നടക്കുന്ന ഈ പരിപാടിയെക്കുറിച്ച്, ഇതിലേക്ക് എത്തിച്ചേർന്നതിനെക്കുറിച്ചൊക്കെ എന്താണ് ഷീജയ്ക്ക് വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത്? തീർച്ചയായും സിജു, അതായത് ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനം ഏറ്റവും വലിയ ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ചൈനയ്ക്ക് പിന്നാലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനമായ കേരളം ആണ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. ഒരു അതിദരിദ്രൻ പോലും ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചതാകട്ടെ 4 വർഷം മുൻപാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊടുന്നനെ എടുത്തൊരു തീരുമാനം ഒന്നുമല്ല. 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നു. ആ മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യ തീരുമാനമാണ് സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കണം എന്നുള്ളത്. അതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള നടപടികളിലേക്ക് അതിന്റെ ഭാഗമായി കടന്നു. ആദ്യം തന്നെ അതിന്റെ മാനദണ്ഡം തയ്യാറാക്കുന്നു. ആ മാനദണ്ഡത്തിൽ ആരൊക്കെ ഉൾപ്പെടണം, അതിൽ പ്രധാനമായും കണ്ടിരുന്നത് ഒരു തരത്തിലും ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത, പ്രത്യേകിച്ച് റേഷൻ കാർഡോ ആധാർ കാർഡോ ഒന്നും തന്നെ ഇല്ലാത്ത, അവർ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ആയി ഒരു രേഖ പോലും ഇല്ലാത്ത നിരവധി കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് ഒരു ജീവിത മാർഗം, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ഇതായിരുന്നു അതിദാരിദ്ര്യ മുക്തി എന്ന പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി ആണ് ഈ മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയത്. ഈ മാനദണ്ഡങ്ങളിലേക്ക് ആളുകളെയും ആ കുടുംബങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലാണ് തുടങ്ങിയത്. അങ്ങനെ തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ അതാത് വാർഡുകളിൽ നിന്ന് ഈ ഒരു പരിശോധന ആരംഭിക്കുന്നു. അതിനുശേഷം ഒരു പട്ടിക തയ്യാറാക്കുന്നു. ആ പട്ടികയിൽ വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തുന്നു. അതിനുശേഷം കണ്ടെത്തിയതാണ് ഈ 64,006 അതിദരിദ്ര കുടുംബങ്ങളെ. അതിൽ ഇത്തരം കുടുംബങ്ങളിലായി 1,03,099 അതിദരിദ്രർ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. പിന്നീട് നടന്നതെന്ന് പറയുന്നത് അവരുടെ ആ നിലവിലുള്ള ജീവിത സാഹചര്യത്തിൽ നിന്നും മെച്ചപ്പെടുത്തുക, വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി, ചിലർക്ക് ഭക്ഷണം പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും, അവർക്ക് കൃത്യമായ രീതിയിൽ പാകം ചെയ്ത ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി. അങ്ങനെ ആ ഒരു പ്രോസസ്സ് അങ്ങനെ നീണ്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഏറ്റവും ഒടുവിലായി ആ പട്ടികയിലുള്ള മുഴുവൻ പേർക്കും അവരുടെ ജീവിത സാഹചര്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഒരു സർക്കാർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ പൂർത്തീകരണ പ്രഖ്യാപനമാണ് നാളെ നടക്കുന്നത്. നാളത്തെ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്, ആദ്യം തന്നെ നാളെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരുന്നുണ്ട്. നാളെ ഒറ്റ ദിവസത്തേക്ക് വേണ്ടി അതിന്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് നിയമസഭയിൽ രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചട്ടം 300 അനുസരിച്ചുള്ള പ്രസ്താവന നടത്തുന്നതായിരിക്കും. ആ പ്രസ്താവനയിലായിരിക്കും അതിദരിദ്രരെ മുക്തമായ സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളൊരു പ്രഖ്യാപനം ഉണ്ടാവുക. ഇനി തുടർന്ന് ഏത് രീതിയിൽ അവരുടെ കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതും ചട്ടം 300-ലൂടെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അതിനുശേഷം തീരുമാനിച്ചിരിക്കുന്നത് വൈകുന്നേരം 4 മണിക്ക് പൊതുപരിപാടിയാണ്, പൊതുസമ്മേളനമാണ്. ആ പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൽ വിശിഷ്ട അതിഥികളായി എത്തുന്നത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസങ്ങളായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും കമലഹാസനും ഉൾപ്പെടെയുള്ളവർ ആ ഒരു ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട്. നിരവധി പേർ ആ ചടങ്ങിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. ഒരു മന്ത്രിസഭ ഒന്നടങ്കം പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്നുള്ളൊരു പ്രത്യേകതയും ഈ പരിപാടിക്കുണ്ട് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ചിലർ ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി മന്ത്രി MB രാജേഷ്